ഈ സമര പ്രഖ്യാപന സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായ CSDS-ൻ്റെ നേതാവും നമ്മുടെ ഈ ആക്ഷൻ കൗൺസിലിൻ്റെ നിതിൻ രാജ് ആക്ഷൻ കൗൺസിലിൻ്റെ ചെയർമാനുമായ ബഹുമാന്യ KK സുരേഷ് സാർ, ഈ ആക്ഷൻ കൗൺസിലിൻ്റെ ജനറൽ കൺവീനർ പ്രിയങ്കരനായ സണ്ണി M. കവിക്കാട്, വേദിയിലുള്ള കേരളത്തിലെ പ്രമുഖരായ ദളിത് ആദിവാസി സംഘടനാ നേതാക്കളെ, പ്രമുഖരായ സാമൂഹ്യ പ്രവർത്തകരെ, സദസ്സിലും സന്നിഹിതരായിട്ടുള്ള കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും ഇവിടെ എത്തിയിട്ടുള്ള സംഘടനാ നേതാക്കൾ, സംഘടനാ പ്രവർത്തകർ, അതേപോലെയുള്ള നമ്മുടെ അഭ്യുദയകാംക്ഷികൾ, സഹോദരങ്ങൾ, നിങ്ങൾക്കേവർക്കും ഈ സമര സായാഹ്നത്തിൽ എൻ്റെ വിപ്ലവാത്മകമായ ജയ് ഭീം അർപ്പിക്കുകയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായി കേരളത്തിലെ അപാരവൃദ്ധം ദലിതരും എല്ലാ ദലിത് പ്രസ്ഥാനങ്ങളും അംബേദ്കറൈറ്റ് സംഘടനകളും സമുദായ സംഘടനകളും ദളിത് ക്രൈസ്തവ ഭിന്നതയില്ലാതെ നമ്മുടെ സഹോദരങ്ങൾ മതത്തിനതീതമായി, പാർട്ടികൾക്കതീതമായി, കൊടികൾക്കതീതമായി, പ്രസ്ഥാനങ്ങൾക്കതീതമായി ഒറ്റക്കെട്ടായി ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് ചുവടുവെക്കുകയാണ്. ഇത് കാലത്തിന് കൊടുക്കുന്ന കേരളത്തിലെ ദളിത് സമൂഹത്തിൻ്റെ അവസാനത്തെ മുന്നറിയിപ്പാണ്, താക്കീതാണ്. നമ്മുടെ പ്രിയങ്കരനായ കൊച്ചനുജൻ നിതിൻ രാജ് ജാതിയുടെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ, വരുമാനത്തിൻ്റെ പേരിൽ കണ്ണൂരിലെ അഞ്ചരക്കണ്ടി ഈ ഡെൻ്റൽ കോളേജിൽ 5 മാസക്കാലം നിരന്തരമായി ആക്ഷേപിക്കപ്പെടുകയും ദൈനംദിനം അവഹേളിക്കപ്പെടുകയും വളരെ ക്രൂരമായി വേട്ടയാടപ്പെടുകയും ചെയ്തു. അതിൻ്റെ അവസാനമാണ് നിതിൻ രാജ് എന്ന കൊച്ചനുജൻ ആത്മഹത്യ ചെയ്തിട്ടില്ല, കൊല ചെയ്യപ്പെട്ടത്. ഇന്ന് നമ്മുടെ മുമ്പിൽ ഏറ്റവും ഒടുവിലത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ട്. അതിൻ്റെ കോപ്പികൾ ഈ എല്ലാ നേതാക്കളുടെയും കയ്യിലുണ്ട്, നിങ്ങളുടെ പലരുടെയും കയ്യിലുണ്ട്. അതിലൊരിടത്ത് പോലും ആത്മഹത്യ ചെയ്തതാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരടയാളം പോലുമില്ല. നേരെ മറിച്ച് ബഹുനില കെട്ടിടത്തിൽ നിന്ന് താഴെ വീണ നിതിൻ രാജിന് അങ്ങനെ വീണതിൻ്റെ അടയാളങ്ങളല്ല, പകരം വളരെ ക്രൂരമായ മർദ്ദനമേറ്റതിൻ്റെ പാടുകളാണ്. ആയുധങ്ങൾ ഉപയോഗിച്ചൊക്കെ കൊല്ലാൻ വേണ്ടി നടത്തിയ കരുതിക്കൂട്ടിയുള്ള അക്രമങ്ങളുടെ, മർദ്ദനങ്ങളുടെ പാടുകളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. ഒരാത്മഹത്യക്കുറിപ്പ് പോലും എഴുതി വെച്ച ഒരാളല്ല നിതിൻ രാജ്. ഭീരുവായിരുന്നില്ല. ആ കോളേജിലെ സഹപാഠികളായ കുട്ടികൾ സാക്ഷ്യപ്പെടുത്തുന്നു, റാം എന്ന ജാതിഭ്രാന്തനായ അധ്യാപകൻ്റെയും സംഗീത നമ്പ്യാർ എന്ന് പറയുന്ന അഹങ്കാരിയായ ഒരു ടീച്ചറുടെയും ജാതീയമായ ക്രൂരതകൾ, ആൺകുട്ടികളെ കൊണ്ട് പെൺകുട്ടികളെ തല്ലിക്കുക, പെൺകുട്ടികളെ കൊണ്ട് ആൺകുട്ടികളെ തല്ലിക്കുക, ബോഡി ഷെയ്മിങ് നടത്തുക, നിരന്തരമായി പലതരം അയാളുടെ ബന്ധുക്കളുടെ പര്യായങ്ങളൊക്കെ കുട്ടികളെ വിളിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തപ്പോഴും തൻ്റെ ഇടത്തോടെ പ്രതികരിച്ച ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ച ധീരനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു നിതിൻ രാജ് എന്നാണ് സഹപാഠികൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ സ്വന്തം സ്വത്വം ഉയർത്തിപ്പിടിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഒരുപക്ഷെ അതുകൂടിയായിരിക്കാം ആ ക്യാമ്പസിൽ ഈ ജാതീയമായ അതിക്രമങ്ങളെ ചോദ്യം ചെയ്യാനും നിതിൻ രാജിനെ ആക്ഷേപിച്ച അധ്യാപകനെതിരെ മുഖം തിരിഞ്ഞു നിന്ന് പ്രതികരിക്കാനും ആ സഹോദരൻ, എളിയ സഹോദരൻ തയ്യാറായപ്പോൾ അയാളെ ഇല്ലാതാക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട്.
ഇന്ന് നമുക്കറിയാം, ഭരണഘടനാപരമായ പ്രത്യേക അവകാശമുള്ള ജനതയാണ് ദലിത് വിദ്യാർത്ഥികൾ, ആദിവാസി വിദ്യാർത്ഥികൾ. എന്നിട്ടും ആ കുട്ടിക്ക് സർക്കാർ കൊടുക്കേണ്ട സഹായം കൊടുക്കാതിരുന്നത് കൊണ്ടാണ് മിടുക്കനായി എൻട്രൻസ് പരീക്ഷ പാസ്സായി പോയ കുട്ടി എന്തുകൊണ്ട് ലോൺ എടുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ, ഈ ഗ്രാൻഡ് അടക്കമുള്ളത് കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ കൊടുക്കാതെ ദലിത് ആദിവാസി വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്ന നയമാണ് ഗവൺമെൻറ്റിൻ്റെത്. ആ ഈ ഗ്രാൻഡ് നിഷേധത്തിൻ്റെ കൂടെ ബലിയാടായിട്ടാണ് നിതിൻ രാജിന് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇന്ന് കേരളത്തിലെ, ഇന്ത്യയിലെ ക്യാമ്പസുകളിൽ അഭിമാനത്തോടെ ഒരു ദലിത, ഒരു ആദിവാസി പഠിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം അപകടം പിടിച്ചൊരു കാര്യമാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് റൈറ്റാണ്. ബാബാസാഹേബ് പറയുന്നു, എഡ്യൂക്കേഷൻ ഇസ് ദ കീ ഫോർ ലിബറേഷൻ. വിമോചനത്തിൻ്റെ താക്കോലാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു. എഡ്യൂക്കേറ്റ് എന്നത് ഉപദേശമായി ബാബാസാഹേബ് പറഞ്ഞു. പക്ഷേ ഇന്ന് ഇന്ത്യൻ ക്യാമ്പസുകളിൽ മിടുക്കനായ ഒരു ദളിത് കുട്ടിക്ക് സ്കൂൾ മുതൽ ഹയർ എഡ്യൂക്കേഷൻ വരെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഏത് സമയവും ജീവൻ നഷ്ടപ്പെടാവുന്ന അപകടകരമായ ഒന്നായി മാറിയിരിക്കുന്നു. മുന്നിലിരിക്കുന്ന ഈ രാജ്യത്തെ ദലിതരെ നോക്കി, ദളിത് കുട്ടികളെ നോക്കി അവൻ്റെ അച്ഛനെ അമ്മയെ ആക്ഷേപിക്കുന്ന, ജാതി പറഞ്ഞ് അവനെ അവഹേളിക്കുന്ന ഒരു അധ്യാപകനിൽ നിന്ന് എന്ത് വിദ്യാഭ്യാസമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? മാൽക്കം എക്സ് അമേരിക്കയിലെ വർണ്ണവിവേചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ദോസ് ഹു കനോട്ട് ട്രീറ്റ് അസ് വെൽ കനോട്ട് ടീച്ച് അസ് വെൽ. ഞങ്ങളെ മാന്യമായി ഞങ്ങളോട് പെരുമാറാൻ കഴിയാത്ത, ഞങ്ങളോട് മാന്യമായി ഞങ്ങളെ ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത നിങ്ങൾക്ക് ഞങ്ങളെ ഒന്നും പഠിപ്പിക്കുക സാധ്യമല്ല. അതുകൊണ്ട് ദലിതനെ മനുഷ്യനായി കാണാൻ കഴിയാത്ത, അവനെ സ്നേഹിക്കാൻ കഴിയാത്ത, സ്വന്തം മക്കളെ പോലെ അവനെ കരുതാൻ കഴിയാത്ത ഈ വർണ്ണവെറിയരായ ജാതിഭ്രാന്തന്മാരായ അധ്യാപകർക്ക് ഒന്നും പഠിപ്പിക്കാൻ സാധിക്കുകയില്ല. വിദ്യാഭ്യാസം വിമോചനാത്മകമായ ഒരു കാര്യമാണ്. പുതിയ കാലത്ത് പഠിക്കുക എന്ന് പറയുന്നത് ജോലി കിട്ടാൻ വേണ്ടിയുള്ള, വരുമാനത്തിന് വേണ്ടിയുള്ള ലളിതമായൊരു സ്വകാര്യ ഇടപാടല്ല. പുതിയ കാലം ആവശ്യപ്പെടുന്നത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഇന്ത്യൻ ക്യാമ്പസുകളിൽ മാത്രമല്ല, ലോകത്തെവിടെയും പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവൻ്റെ സ്വത്വത്തെ പ്രതിനിധീകരിക്കുന്നു. അവൻ ഉയർത്തിപ്പിടിക്കുന്ന വിമോചനാത്മകമായ ദർശനങ്ങളെ, പ്രത്യയശാസ്ത്രത്തെ പ്രതിനിധീകരിക്കുന്നു. നിലവിലിരിക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയുടെ അനീതിക്കെതിരെ ശബ്ദിക്കുന്ന രാഷ്ട്രീയത്തെ പ്രതിദാനം ചെയ്യുന്നു. ആ പ്രതിദാനങ്ങളെയാണ് ഇന്ത്യൻ ക്യാമ്പസുകളിൽ തല്ലിക്കെടുത്തുന്നത്. അയ്യൻകാലയുടെ കാലത്ത് ഇവിടെ നിന്ന് പറഞ്ഞു, സമരം ഉറങ്ങുന്ന പഞ്ചമിയെ പിടിച്ചുകൊണ്ട് പള്ളിക്കൂടങ്ങളിലേക്ക് വന്ന വില്ലുവണ്ടി യാത്ര നടത്തിയ മണ്ണിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഇതേ ജില്ലയിലാണ് നിതിൻ രാജ് എന്ന് പറയുന്ന കുട്ടി വളർന്നു വന്നിട്ട് അവസാനം ഇങ്ങനെ കൊല ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ നീട്ടുന്നില്ല, സമയത്തിൻ്റെ പരിമിതിയെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ട് ഇനിയും ഈ കൊലകൾ കണ്ട് കൈകെട്ടി മൗനത്തോടെ നോക്കി നിൽക്കാൻ സാധ്യമല്ല. ഇത്തരം അനീതികൾക്കെതിരെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കെതിരെ നടത്തുന്ന, ഇവിടെ പറഞ്ഞു 155-ലധികം കുട്ടികൾ ഇന്ത്യൻ ക്യാമ്പസുകളിൽ ജാതിയുടെ പേരിൽ കഴിഞ്ഞ 12 വർഷത്തിലധികമായി ക്രൂരമായി ഇതേപോലെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. IIT-കളിൽ നടക്കം 13,500 കുട്ടികൾ പഠനം നിർത്തി അവൻ വീടുകളിലേക്ക് ഡ്രോപ്പ് ഔട്ടായി മടങ്ങിപ്പോയിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ കൊച്ചനുജൻ കൊല ചെയ്യപ്പെട്ടു. എത്ര പ്രതിഭകളെയാണ് ഈ കേരളത്തിൽ വേട്ടയാടിയത്. SI സോമൻ്റെ കാര്യം, CT സുകുമാരൻ്റെ കാര്യം, ഇങ്ങനെ എത്ര പരമ്പരകൾ, രജനീയ സ്ഥാനത്തിൻ്റെ കാര്യം, ഇത് അവസാനത്തേതാണ്. അതുകൊണ്ട് ഇനി നമുക്കിത് സഹിക്കാൻ കഴിയില്ല. നിശബ്ദരായി ഇതിനെ നോക്കി നിൽക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇനിയൊരു നിതിൻ രാജ് ഉണ്ടാകരുത്, ഇനിയൊരു രോഹിത് ഗംഭീര ഉണ്ടാകരുത്, ഇനിയൊരു രജനീയ സ്ഥാനത്ത് ഉണ്ടാകരുത്. ഇത് അവസാനത്തേതാകണം. അതുകൊണ്ട് ദലിതർക്കെതിരായ, ആദിവാസി വിദ്യാർത്ഥികൾക്കെതിരായ, ദലിത് വിദ്യാർത്ഥികൾക്കെതിരായ ഈ ജാതി പീഡനത്തെ കേരളത്തിൻ്റെ മണ്ണിൽ അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ഒറ്റക്കെട്ടായ സമരമാണ്, പ്രക്ഷോഭമാണ് കേരളത്തിലെ ദലിത് നേതാക്കളും ദലിത് സംഘടനകളും ഒറ്റക്കെട്ടായി ഇവിടെ ഉയർത്തുന്നത്. ഇത് ഒന്നിച്ച് നിൽക്കണ്ട, എഴുന്നേറ്റ് നിൽക്കണ്ട, ശബ്ദിക്കണ്ട, പോരാടേണ്ട സമയമാണ്. നമുക്കും പഠിക്കണം, നമ്മുടെ കുട്ടികൾക്കും അവകാശം വേണം. അതുകൊണ്ട് നമ്മുടെ എല്ലാം വീടുകളിൽ വളർന്നു വരുന്ന നിതിൻ രാജിനെ പോലെയുള്ള കൊച്ചനുജന്മാരുണ്ട്, അനിയത്തിമാരുണ്ട്. അവരുടെ ഭാവിയെക്കുറിച്ച് നമുക്ക് ഒരുപാട് നിറമുള്ള സ്വപ്നങ്ങളുണ്ട്. അത് തല്ലിക്കെടുത്താൻ ആരെയും അനുവദിച്ചുകൂടാ. അതുകൊണ്ട് ഈ കൊലയാളികളായ 2 അധ്യാപകർ നമ്മുടെ മുമ്പിലുണ്ട്. അവർ മാത്രമല്ല, വേറെയും അധ്യാപകർ ആ കലാലയത്തിലുണ്ട്.
ഇത്ര ഒരു അനീതി കഴിഞ്ഞ 5-6 മാസക്കാലമായ ആ ക്യാമ്പസിൽ അരങ്ങേറിയപ്പോൾ ഇത് കണ്ട അധ്യാപകർ, ഇത് കേട്ട അധ്യാപകർ, ഇതറിയാവുന്ന ഒരു മാനേജ്മെന്റ് അവരെന്ത് ചെയ്തു? അതുകൊണ്ട് ഇവിടെ പറഞ്ഞതുപോലെ ഈ കോളേജിന്റെ മാനേജ്മെന്റ് ഇനി ഇതുപോലൊരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തണ്ട. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ്, ഡെന്റൽ കോളേജ് അടച്ചു പൂട്ടണം. അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന ആ ഭൂമിയുണ്ടല്ലോ, പൂരകിതരായ കേരളത്തിലെ ദളിത് ആദിവാസികൾക്ക് വേണ്ടി നമ്മൾ പിടിച്ചെടുക്കുന്ന ഒരു കാലം വരും. ചെങ്ങറ സമരം പോലെ അങ്ങോട്ട് പോകേണ്ടി വരും. അത് അവർക്കുള്ളതല്ല, അത് ജനങ്ങളുടെ മണ്ണാണ്, അവർ നടത്തണ്ട. ഈ അധ്യാപകർ കുറ്റവാളികളാണ്, ക്രിമിനലുകളാണ്. ഇനി ആരെയും ഇവർ പഠിപ്പിക്കരുത്. പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കൊല്ലുകയാണല്ലോ ഇവരുടെ പണി. അതുകൊണ്ട് ആരെയും പഠിപ്പിക്കേണ്ട. പഠിപ്പിക്കാനുള്ള അവരുടെ എലിജിബിലിറ്റി ക്യാൻസൽ ചെയ്യണം, അവരുടെ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. കേരളത്തിൻ്റെ പോലീസ് ധർമ്മടത്താണ് നടന്നത്. മുഖ്യമന്ത്രിയുടെ മണ്ഡലമാണ്. ആ മണ്ഡലത്തിലെ ഓഫീസിൽ നിന്ന് അല്പം ദൂരം മാത്രമുള്ള ഈ അഞ്ചരക്കണ്ടിയിൽ ഈ സംഭവം നടന്നിടത്തൊട്ടൊന്ന് സന്ദർശിക്കാൻ, കൃത്യമായ ഒരു നിലപാട് പ്രഖ്യാപിക്കാൻ ഇതുവരെ കഴിഞ്ഞില്ല. ഈ ഗ്രാന്റ് നിഷേധിച്ച ഈ ഗവൺമെൻറ് പ്രതികളെ രക്ഷപ്പെടുത്തുക, എത്ര ക്രൈമുകൾ നടന്നു, മണിക്കൂറുകൾക്കുള്ളിൽ അവരെ കുറ്റവാളികളെ തെരയുന്നു, അവരെ അറസ്റ്റ് ചെയ്യുന്നു. എന്തുകൊണ്ട് ഇത്ര ദിവസമായിട്ടും ഈ ക്രിമിനലുകളായ ഈ അക്രമികളെ അറസ്റ്റ് ചെയ്യാനും നടപടിയെടുക്കാനും കഴിഞ്ഞില്ല? ലോൺ ആപ്പൊന്നും പറയണ്ട. കേരളം തന്നെ ഒരു ലോൺ ആപ്പിൻ്റെ, നമുക്കറിയാം ഇവിടെ ഏറ്റവും ലോണിലാണല്ലോ ഈ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ആദ്യം ആത്മഹത്യ ചെയ്യേണ്ടത് ആര്? കിഫ്ബി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലോണിലാണ് ഈ കേരളം പോകുന്നത്. എന്നിട്ട് നമ്മുടെ എല്ലാം മുതുകത്ത് വെച്ച് തരിക. അങ്ങനെ ഒരു ലോൺ കേരളത്തിൽ നിന്നുകൊണ്ട് ഒരു പാവപ്പെട്ട കുട്ടി അവൻ ലോൺ എടുത്തു, ഒരു EMI മുടങ്ങിയതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇപ്പം അവരെ പിടിച്ചോണ്ട് വന്നു എന്ന് പറഞ്ഞാൽ ഞാൻ സംശയിക്കുന്നത് ഈ നിതിൻ രാജിന് ലോൺ എടുത്തതിൻ്റെ പേരിൽ ഉത്തർപ്രദേശിൽ നിന്നും കണ്ട ആൾക്കാർ നോയിഡയിൽ നിന്ന് പിടിച്ചോണ്ട് വന്നെങ്കിൽ അവരും ഈ അധ്യാപകരും തമ്മിൽ വേറെ എന്തെങ്കിലും ഇടപാട് കാണുമെന്നതാണ്. അല്ലാതെ നിതിൻ രാജ് അതിനകത്ത് നിരപരാധിയാണ്. എല്ലാവരും വായ്പ എടുക്കുന്നു. വലിയ വായ്പ എടുത്തല്ലേ വിദേശത്ത് പോയി പഠിക്കുന്ന ഇവിടുത്തെ വിദ്യാർത്ഥികൾ. നിതിൻ രാജ് മാത്രം ഒരു 14,000 രൂപ വായ്പ എടുത്തപ്പോൾ അതിൻ്റെ പേര് ജീവൻ കൊടുക്കേണ്ടി വരുന്നോ? ഇനിയും ആ വായ്പ എടുത്തെങ്കിൽ അവർക്കെന്തെങ്കിലും വിളിച്ച് വരട്ടാം. അധ്യാപകർക്ക് എന്താണ് അവകാശം? ഇവിടെ ചോദിച്ചു, രക്ഷകർത്താക്കളോട് പറയാമായിരുന്നില്ലേ? ബന്ധുക്കളെ അറിയിക്കാമായിരുന്നില്ലേ? നേരെ മറിച്ച് വായ്പ എടുത്തതിൻ്റെ പേരിൽ ഒരു EMI മുടങ്ങിയപ്പോൾ ഒരു SMS വന്നാൽ അതിൻ്റെ പേരിൽ അവിടെ പഠിച്ചൊരു വിദ്യാർത്ഥിയെ പിടിച്ച് അവനെ റൂമിലിട്ട് പീഡിപ്പിക്കാൻ ഈ അധ്യാപകർക്ക് എന്താ അവകാശം? അതുകൊണ്ട് ഇവർ അധ്യാപകരല്ല, ഗുണ്ടകളാണ്, ക്രിമിനലുകളാണ്. ഒരുപക്ഷെ ആ ലോൺ ആപ്പിൻ്റെ കമ്മീഷൻ മേടിക്കുന്നുണ്ടാവും. അതുകൊണ്ട് അതൊന്നും പറഞ്ഞുകൊണ്ട് ഈ കേസിനെ തേച്ചുമയിച്ച് കളയാൻ എന്ന് വിചാരിക്കരുത്. നിതിൻ രാജിൻ്റെ കൊലയ്ക്ക് ഉത്തരവാദികളായവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവരെ അറസ്റ്റ് ചെയ്ത് നടപടിക്ക് വിധേയമാക്കിയില്ല എങ്കിൽ അവരെ നിയമപരമായി പിന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കേരളത്തിലെ ദളിത് സമൂഹം ഒറ്റക്കെട്ടായി ആലോചിക്കുന്ന ഒരു കാലം വരും. ഇപ്പോൾ ഞങ്ങൾ നിയമത്തിൽ വിശ്വസിക്കുന്നു, സമാധാനത്തിൽ വിശ്വസിക്കുന്നു. പക്ഷെ നീതി കിട്ടിയില്ല എങ്കിൽ നീതി നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പ്രത്യക്ഷമായ ഇടപെടലുകളിലേക്ക് ഈ സമൂഹം പോകേണ്ടി വരും. അതിൻ്റെ സൂചനയാണ് ഈ ഹർത്താൽ എന്ന് പറയുന്നത്. ഹർത്താലുകൾ പുതിയ കാര്യമൊന്നുമല്ല. ദലിതർ വിചാരിച്ചാൽ ഒരു ശക്തിക്കും നമ്മുടെ മുന്നേറ്റങ്ങളെ തടയാൻ സാധിക്കില്ല. ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞതുപോലെ വി ഡോണ്ട് ഹാവ് സോഷ്യൽ പവർ, വി ഡോണ്ട് ഹാവ് എക്കണോമിക് പവർ, വി ഡോണ്ട് ഹാവ് ഇന്റലക്ച്വൽ പവർ, ബട്ട് വി ഹാവ് വൺ പവർ, ദാറ്റ് ഈസ് ദ പവർ ഓഫ് സ്ട്രഗിൾ എന്ന് ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞു. നിങ്ങൾക്കറിയാമല്ലോ, 2018 അട്രോസിറ്റീസ് ആക്ടിൽ വെള്ളം ചേർത്തു. സുപ്രീം കോടതി പറഞ്ഞു മിണ്ടിപ്പോകരുത്. അതിനെതിരെ പ്രതിഷേധിക്കാമെന്ന് ദളിതരോട് ഉത്തരേന്ത്യയിലെ ജഡ്ജിമാർ പറഞ്ഞാൽ അറിയോ? സുപ്രീം കോടതി ഇരുന്നുകൊണ്ട് സമരം ചെയ്യാൻ ഇറങ്ങുന്നവരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചേക്കാൻ ലക്ഷക്കണക്കിന് ദളിതർ തെരുവിലിറങ്ങി. 9 ആത്മാഭിമാനികളായ ദളിതர்கள் രക്തസാക്ഷികളായി മാറി. അവസാനം സുപ്രീം കോടതി ജഡ്ജിമാർ വിറച്ചിട്ട് പറഞ്ഞു, അയ്യോ ഇതിൽ വെള്ളം ചേർക്കുന്നില്ല, ഇരട്ടി കടുപ്പത്തോടു കൂടി നിയമം ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ദളിതന്റെ സംഘടിത ശക്തി ഇറങ്ങിയാൽ സുപ്രീം കോടതിക്ക്, ഈ രാജ്യത്തെ ഭരണകൂടത്തിന് വിറക്കേണ്ടി വരും. അത്തരം സന്ദർഭങ്ങളുണ്ട്. ഒരു കാര്യം കൂടെ പറയാം ദളിത് ശക്തിയെക്കുറിച്ച്. ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റി, അവിടെ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നമ്മുടെ ഗുരു രവിദാസിൻ്റെ ടെമ്പിളുണ്ട്. ജന്തർ മന്ദറിൽ നിൽക്കുന്ന സിഖ് ദളിതന്മാരുടെ ക്ഷേത്രമാണ്. ഇടിച്ചു പൊളിച്ചങ്ങ് നിരത്തി. അത് നഗരത്തിന് തടസ്സമാണ് പോലും. പള്ളികൾ തടസ്സമല്ല, അമ്പലങ്ങൾ തടസ്സമല്ല. പക്ഷേ ദളിതൻ്റെ രവിദാസ് സ്മാരകം തടസ്സമാണ്. എന്ത് സംഭവിച്ചു? ഉത്തരേന്ത്യയിലെ ദളിതരെല്ലാം കൂടെ സംഘടിച്ച് 8 ലക്ഷം പേര് ജന്തർ മന്ദറിലേക്ക് ഇറങ്ങി വന്നു. പാർലമെന്റ് വളഞ്ഞു, സുപ്രീം കോടതി വളഞ്ഞു. അവസാനം എന്ത് സംഭവിച്ചു? ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന് പറയുന്ന വരേണ്യന്മാർ മാപ്പ് പറഞ്ഞ് ഇരട്ടി വലിപ്പത്തിൽ ഇതാ നിങ്ങളുടെ ദളിതരുടെ ക്ഷേത്രം പണി തന്നിരിക്കുന്നു, ദേവി ഇത് കുഴപ്പമുണ്ടാക്കല്ലേ, ഞങ്ങൾ ഡൽഹിയിലൊന്ന് ജീവിച്ചു പോട്ടെ എന്ന് യാചിച്ച അവസ്ഥയുണ്ടായി. ദളിതർക്കാരെയും ഭയമൊന്നുമില്ല, നമ്മൾ സമാധാനപ്രിയരാണ്. പക്ഷേ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഒറ്റക്കെട്ടായി ഇറങ്ങും. കേരളത്തിൽ സമരം പുത്തരിയൊന്നുമല്ല. അവസാനത്തെ ബന്ദ് ആരാ പ്രഖ്യാപിച്ചത്? 97. നിങ്ങൾ ആലോചിച്ച് നോക്കണം. കേരളത്തിലെ അവസാനത്തെ ബന്ദ്
അത് ദളിതർ പ്രഖ്യാപിച്ചതാ. അന്ന് തിരുവനന്തപുരത്ത് നിന്നുകൊണ്ട് ആ പ്രകടനം നേതൃത്വം കൊടുത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഒരു സമരശക്തി എന്ന നിലയിൽ ബന്ദ് നടത്താൻ പോലും ദളിതർക്കും കൂടെ ബന്ദ് നടത്തി കേരളത്തെ സ്തംഭിപ്പിക്കാനും മാത്രമുള്ള കരുത്ത് ദളിതർ അയ്യങ്കാളിയുടെ ആൾക്കാർ അങ്ങനെ വന്നെങ്കിൽ ഇനി ബന്ദ് വേണ്ട തീരുമാനിക്കുകയാണ് ചെയ്തത്. കാരണം നമ്മളും കൂടി കളത്തിലിറങ്ങിയാൽ അതിൽ നിന്ന് ശക്തിയുടെ സമരത്തിൻ്റെ പുതിയൊരു രാഷ്ട്രീയം ഉണ്ടായി വരും. അത് തടയാനാണ് കേരളത്തിൽ മാത്രം ബന്ദ് നിരോധിച്ചത്. ഇപ്പോൾ തൽക്കാലം ഹർത്താലാണ്. രാഷ്ട്രീയ പാർട്ടികളെക്കാൾ ഹർത്താൽ നടത്താനും കേരളത്തെ സ്തംഭിപ്പിക്കാനും രാഷ്ട്രീയ പാർട്ടികൾക്കല്ല, രാഷ്ട്രീയ പാർട്ടികളുടെ ബന്ധുക്കളും ഹർത്താലുകളും ഇന്നലെ വിജയിപ്പിച്ച ഒരു ജനത സ്വയം തെരുവിലിറങ്ങിയാൽ 28-ാം തീയതി കേരളം സ്തംഭിക്കും. ഒരു തർക്കവുമില്ല. അതൊരു തിരുത്തലായിരിക്കും. അതുകൊണ്ട് നിതിൻ രാജിന് നീതി ലഭിക്കണം. കേരള ഗവൺമെൻറ് അതിന് ഉത്തരവാദിത്തമുണ്ട്. എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണം. ഒറ്റ കാര്യം കൂടി ഈ സമരം ഉയർത്തുന്ന മുദ്രാവാക്യ ഭാഗത്തു നിന്നുകൊണ്ട് ഞാനും ആവർത്തിക്കുന്നു. 1-2 10 കോടി രൂപ നഷ്ടപരിഹാരം അതുപോലും പോരാ. കാരണം എന്താ, ഇങ്ങനെയുള്ള നടപടികൾ മൂലം ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളാണ് മനഃശാസ്ത്രപരമായി അവർ കോളേജുകളിൽ പോകാൻ ഇനി ഭയപ്പെടുന്നത്, പേടിക്കുന്നത്. ഈ നഷ്ടം നികത്തണം. ഒരു സമുദായത്തിനാണ് ഇവിടെ അസമത്വം ഉണ്ടായി ദുരിതം നേരിടുന്നത്. അതുകൊണ്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്ന് പറയുന്നത്. ഒരു സിസ്റ്റമാണ് ഇവിടെ ക്രൈം ചെയ്തിരിക്കുന്നത്. ആ സിസ്റ്റം പേ ചെയ്യണം. അതുകൊണ്ട് ന്യായമാണ് ഈ 10,000 കോടി രൂപ 10 കോടി രൂപ എന്ന് പറയുന്നത് ന്യായമായൊരു മിനിമം കോമ്പൻസേഷനാണ്. അതിൽ കുറഞ്ഞൊന്നും വേണ്ട, അത് കൊടുക്കണം. ഏറ്റവും അവസാനമായി എനിക്ക് പങ്കുവെക്കാനുള്ളത്, ഇപ്പോൾ കേരളത്തിൽ ദലിതരുടെ ഏത് അട്രോസിറ്റി ഉണ്ടായാലും, വാളയാർ, അത് കഴിഞ്ഞ് ഇങ്ങനെ പരമ്പരയാണ് ബിന്ദു, മധുവിൻ്റെ കൊല, ഈ അട്രോസിറ്റികളെല്ലാം വെള്ളം ചേർക്കാൻ നമ്മളിൽ നിന്ന് തന്നെ ആൾക്കാരെ എടുത്തിട്ട് വളരെ പെട്ടെന്ന് സ്റ്റേറ്റിൻ്റെയും പോലീസിൻ്റെയും ചാരന്മാരായി നിന്നുകൊണ്ട് പൊതിഞ്ഞ് കോമ്പൻസേഷനിൽ കൊണ്ട് തീർക്കാനുള്ള ശ്രമം ഇപ്പോൾ ഇന്നലെയും മിനിയാന്നുമായി സംഭവിക്കുന്നത്. നിതിൻ രാജിൻ്റെ ഫാമിലിയെയും വളഞ്ഞിട്ട് അത്തരത്തിൽ നമ്മൾ ഈ പ്രക്ഷോഭത്തിന് ഒരുങ്ങുമ്പോൾ ഈ കേസിനെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ചില നീക്കങ്ങൾ ചില കോണുകളിൽ നടക്കുന്നു. അത് പ്രതിരോധിക്കാൻ ഉള്ള കരുത്ത് സമുദായ നേതാക്കൾക്കുണ്ടാകണം. ജാഗ്രതയോടെ നമ്മളതിനെ നോക്കണം. അവസാനമായി ഈ പോരാട്ടം കേരളത്തിലൊരു പുതിയ മുന്നേറ്റത്തിന് തുടക്കമാകും. മഹാത്മാ അയ്യങ്കാളുടെയും ബാബാ അംബേദ്കറുടെയും മക്കൾ, പൊയ്കേലപ്പച്ചൻ്റെ പാപ്പാടി ജോൺസൺ മക്കൾ എല്ലാം മാറ്റിവെച്ചിട്ട് ഒരുമയിലേക്ക് വരികയാണ്. നമുക്ക് നാളെയുടെ കേരളം ആര് ഭരിക്കണം എന്ന് ചങ്ങനാശ്ശേരി ഇരുന്നുകൊണ്ട് പ്രമാണിമാർ തീരുമാനിക്കുന്നത് കൊണ്ടല്ല ഇതൊക്കെ സംഭവിക്കുന്നത്. അരമനകളിൽ ഇരുന്നുകൊണ്ട് അച്ഛന്മാരും ബിഷപ്പുമാരും തീരുമാനിക്കുന്നു. ഈ പ്രക്ഷോഭത്തിൻ്റെ ചൂടിൽ ഈ ഒരുമയെ സാക്ഷി നിർത്തി ഈ നേതാക്കന്മാരെല്ലാം നോക്കി വലിയ ആത്മവിശ്വാസമുണ്ട്. നമ്മളെല്ലാം ഒന്നിച്ച് വരുന്ന ഈ സന്ദർഭത്തിൽ, നമ്മുടെ ജനങ്ങൾ ഒന്നിച്ച് ഒരു സന്ദർഭത്തിൽ ഈ പോരാട്ടം, ഈ അനീതികളെല്ലാം അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു പുതിയ രാഷ്ട്രീയം ഒറ്റക്കെട്ടായി ഉയർത്താൻ കഴിയുന്ന ഒരു നാളെയിലേക്ക് നമ്മളെ നയിക്കട്ടെ. ആ നിലയ്ക്ക് യൂണിറ്റി, നമ്മുടെ ഏറ്റവും വലിയ ശത്രു അനൈക്യമാണ്. അനൈക്യമാണ് നമ്മുടെ എനിമി. അത് പരിഹരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് 28-ാം തീയതിയിലെ ഈ ഹർത്താൽ വിജയിപ്പിക്കണം. കേരളത്തിലെ വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ പാർട്ടികളും സാമൂഹ്യ പ്രസ്ഥാനങ്ങളും നമുക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായും ഇനിയുള്ള ഓരോ ദിവസവും നിങ്ങൾ ഈ സമരത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. ഇനിയൊരു നിതിൻ രാജ് ഉണ്ടാകാതിരിക്കട്ടെ. ഈ പ്രക്ഷോഭത്തിന്, സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ നേതാക്കൾക്കും, ഒപ്പം ഇവിടെ അണിചേർന്നിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും 1000 വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഭീം.